ഇക്കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് മദ്രസയിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് കുട്ടികളെ വിട്ട് വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ എല്ലാ കുട്ടികളും ക്ലാസ് വിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു വിദ്യാർത്ഥി മാത്രം ക്ലാസ്സിലിരുന്നു. ഉസ്താദിനോട് ചില കാര്യങ്ങളൊന്ന് സംസാരിക്കണം. ഉസ്താദിനത് സമയമുണ്ടാവുമോ? ഞാൻ പറഞ്ഞു, മോന് പറയ്, വിഷയം എന്താണ്? അവൻ്റെ മാനസികമായ അവസ്ഥയും ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു ആ കുട്ടി. ആ വിഷയം പറയുന്നതിന് മുമ്പ് ഞാൻ ട്രിവാൻഡ്രം ഇന്ന സ്കൂളിലെ ഒരു CBSE സ്കൂളിലെ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. എൻ്റെ പഠനത്തിലെ ചില വൈകല്യങ്ങളും പ്രത്യേകിച്ച് ഞാൻ മാനസികമായ ചില പ്രശ്നങ്ങൾക്ക് ഞാൻ മെഡിസിനും കഴിക്കുന്നുണ്ട്. എനിക്കത് പഠിക്കാൻ ഞാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞ ഈ വർഷം അത് പൂർത്തിയാക്കാൻ പറ്റാതെ എന്നെ മുൻപോട്ട് പോകത്തില്ല, സ്കൂൾ മാറണമെന്ന് സ്കൂൾ അധികൃതർ എൻ്റെ പേരൻസിനോട് പറഞ്ഞു. വിദേശത്തായിരുന്ന എൻ്റെ പിതാവ് നാട്ടിലേക്ക് വന്നു. പുതിയ ഒരു സ്കൂൾ അന്വേഷിച്ച് എൻ്റെ പിതാവ് ഒരുപാട് പരക്കം പാഞ്ഞു. പലപ്പോഴും എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കുടുംബാംഗങ്ങളുടെയും അയൽവാസികളുടെയൊക്കെ മുന്നിൽ വെച്ച് എന്നെ വല്ലാതെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്യും. പലപ്പോഴും ഞാൻ റൂമിൽ പോയിരുന്നത് കരയാറുണ്ട്. അങ്ങനെ ഇന്നലെ വൈകുന്നേരം പെട്ടെന്ന് വാപ്പ എന്നോട് വളരെ പ്രകോപനപരമായി സംസാരിക്കുകയും ഞാൻ ചെയ്യാൻ പാടില്ല. ഞാൻ പെട്ടെന്ന് രൂക്ഷമായി എൻ്റെ ഉപ്പയെ ഒന്ന് നോക്കി. നീ എന്നെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്ന് പറഞ്ഞ് എൻ്റെ ഉപ്പ എന്നെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളാനും പിടിവലി പോക്കെയായി. ഞാൻ എൻ്റെ സമനില തെറ്റി, ഞാൻ എൻ്റെ കൈ മുറുക്കി, ഞാൻ ഇടിച്ചുപോയി ഉസ്താദേ. പിന്നീട് ഞാൻ എൻ്റെ ഉപ്പയോട് മാപ്പ് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ ഭയവും ഭയപ്പാടും എൻ്റെ റബ്ബ് എനിക്കത് പുറത്തു തരുമോ? ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, മാതാപിതാക്കളോട് ചേ എന്ന് പോലും പറയരുതേ എന്നാണ് ഞാൻ എൻ്റെ മദ്രസയിൽ നിന്ന് പഠിച്ചത്. എൻ്റെ മാനസികമായ ആ ഒരു പരിസ്ഥിതിയിൽ എൻ്റെ കയ്യിൽ നിന്നും അങ്ങനെ ഒന്ന് വന്നുപോയി. ഞാൻ എൻ്റെ ഉപ്പയെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു. ഉപ്പയും കരഞ്ഞു, ഞാനും കരഞ്ഞു. എൻ്റെ റബ്ബ് എനിക്കത് പുറത്തു തരുമോ? അപ്പോൾ ഞാൻ ആ വിദ്യാർത്ഥിയോട് പറഞ്ഞു, മോനെ, ഉപ്പയുടെ മനസ്സിൽ സമാധാനവും ഒക്കെ ആയിട്ടുണ്ടെങ്കിലും ഇനി ഇത്തരം ഒരവസ്ഥ, വൈകാരികമായ ഒരവസ്ഥ, എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇങ്ങനൊരു പൊട്ടിത്തെറി വരാതിരിക്കാൻ വേണ്ടി നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അഫ്രിഗ അലൈനാ സ്വബ്റ, അള്ളാഹുവേ എനിക്ക് നീ സഹനതയും ക്ഷമയും നീ ചൊരിഞ്ഞു തരണമേ എന്ന് നിരന്തരം മോൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ ചെറിയ ഒരു കുറ്റമല്ല മോനെ, അത് വളരെ വലിയ കുറ്റമാണ്. വിശുദ്ധ ഖുർആൻ അത് നമ്മളെ പ്രത്യേകം പഠിപ്പിച്ചതാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഈ ലോകത്ത് ആ കുഞ്ഞുങ്ങൾക്ക് ആശ്രയം എന്ന് പറയുന്നത് അധ്യാപകരോ അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരോ ഒന്നുമല്ല, അവരുടെ മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഉപ്പയുടെ ഉമ്മയുടെ ആ കാരുണ്യത്തിൻ്റെ കീഴിലാണ് അവർ വളർന്നു വരേണ്ടത്. വീടിൻ്റെ സാഹചര്യങ്ങളിലാണ് ഇന്ന് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞ അർഫാൻ എന്ന ആ മകൻ 5 മനുഷ്യരെ കൊല ചെയ്യപ്പെട്ടു. അത്തരം കൊലപാതകികളെ സൃഷ്ടിക്കുന്നത് ചില വീടിൻ്റെ സാഹചര്യങ്ങളാണ്, ചുറ്റുപാടുകളുടെ സാഹചര്യങ്ങളാണ്, സൗഹൃദ വലയങ്ങളുടെ സാഹചര്യങ്ങളാണ്. ഇവിടെയെല്ലാം അവരെ ശരിയായ റൂട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത് മാതാപിതാക്കളാണ്. വീടെന്ന് പറയുന്നത്, മസ്കൻ എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ തുരുത്താകണം. ഞാൻ ആ മകനോട് പറഞ്ഞു, മോനെ, 100 മനുഷ്യരെ കൊല ചെയ്യപ്പെട്ട ഒരു മനുഷ്യനും നിഷ്കളങ്കമായി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചപ്പോൾ അള്ളാഹ് അത് പുറത്തു കൊടുത്തു എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുന്നത് നബ്യ ഇബാദി, നബിയെ എൻ്റെ ദാസന്മാരെ അഥവാ നാം ഓരോരുത്തരെയും അറിയിക്കണേ നബിയെ. എന്താണ്? അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ് എന്ന് അങ്ങ് അറിയിക്കണേ നബിയെ. റബ്ബ് നമുക്ക് പുറത്തു തരും. നമ്മുടെ മക്കളെ നാം പഠിപ്പിക്കേണ്ടത് ആദ്യമായിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ അല്ല, അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യത്തെക്കുറിച്ചാണ്. ഈ ലോകത്തെല്ലാവരെക്കാളും നമ്മെ സ്നേഹിക്കുന്ന വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അപ്പോഴാണ് നമ്മുടെ മക്കൾ സത്യവിശ്വാസികൾ റബ്ബിനെ അദമ്യമായി സ്നേഹിക്കാൻ കഴിയുന്നത്. നമ്മുടെ കുടുംബം സ്നേഹവും കാരുണ്യവും ഉണ്ടെങ്കിൽ ഇത്തരണത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവുകയില്ല. ആ മക്കൾ നാളെ നമ്മുടെ മയ്യത്ത് താങ്ങിയെടുക്കുകയും നമ്മുടെ ഖബറിൻ്റെ അടുത്ത് വന്ന് അല്ലാഹുമ്മ ഗഫിർലി ഉമ്മി, അല്ലാഹുമ്മ ഗഫിർലി അബി എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാകണമെങ്കിൽ കുഞ്ഞുങ്ങളെ മദ്രസയിൽ വിട്ടാൽ മാത്രം പോരാ, ഗൃഹാന്തരീക്ഷത്തിൽ മാതാപിതാക്കൾ മക്കൾക്കൊരു മാതൃകയാകണം. ടോയ്ലറ്റിൽ നിന്ന് മകൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഉപ്പയാണല്ലോ തൊട്ടു മുന്നിൽ ബാത്റൂമിലേക്ക് കയറിയത്, അവിടെ സിഗരറ്റിൻ്റെ മണം വരുന്നുണ്ടല്ലോ എന്ന് ആ മകൻ നമ്മളോട് പറയേണ്ട ഒരവസ്ഥ വരുത്തരുത്. അങ്ങനെ പറയുന്ന ഒരു പിതാവ്, മോനെ നീ ലഹരിയിൽ നിന്ന് മാറണം, തെറ്റായ കൂട്ടുകാരിൽ നിന്ന് മാറണം എന്തു പറയാൻ, എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എന്ത് അർഹതയാണുള്ളത്? നമ്മൾ മക്കൾക്ക് മാതൃകയാവുകയും നമ്മുടെ സംസാരങ്ങളിലും അതുപോലെ തന്നെ വൈകാരികമായി അസഭ്യങ്ങളോ മോശമായ പദപ്രയോഗങ്ങളോ നമ്മുടെ മക്കൾ കേൾക്കുകയാണെങ്കിൽ അത് കേട്ടാണ് അവരത് പഠിക്കുന്നത്. പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ സ്കൂളിൽ ചെന്ന് അത്തരം പദപ്രയോഗങ്ങൾ നടത്തും. നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകായോഗ്യന്മാരായി വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും അല്ലാഹുവേ ഞങ്ങൾക്ക് കണ്ണിന് കുളിർമ തരണേ. അല്ലാഹുവേ, കൈ ചുരുട്ടി ഉപ്പയെ അടിക്കുന്ന, ഉമ്മയോട് കൈ ചൂണ്ടുന്ന മക്കളിൽ നിന്ന് മാറി സമൂഹത്തിന് മാതൃകായോഗ്യന്മാരായ, സമൂഹത്തിന് നന്മ ചെയ്യുന്ന നല്ല മനുഷ്യരെ അല്ലാഹുവേ, നല്ല സന്താനങ്ങളെ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. റബ്ബന ഹബ് മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും കൺകുളിർമ തരുന്ന, സമാധാനം തരുന്ന, നാം മരണപ്പെട്ടു പോകുമ്പോഴും നമ്മുടെ ഖബറരികിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായ സന്താനങ്ങളെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.